എന്തായി? വഴക്കുണ്ടായല്ലേ? ആരായിരുന്നു? അവരാരും അല്ല, വേറെ ചിലരാ. ഞാൻ പറഞ്ഞില്ലേ ഒറ്റയ്ക്ക് പോണ്ടാന്ന്. സാരമില്ല. അമ്മയെ കണ്ടോ? കണ്ടു. എന്നിട്ട്? അമ്മയും കൈവിട്ടു. കരുതിയിരുന്നില്ലെങ്കിൽ നാണം കെടുന്നത് നിങ്ങളൊക്കെ തന്നെയായിരിക്കും. പെണ്ണിന്റെ ഒരു ആങ്ങള പോലീസിലാ. കല്യാണപ്രായമായ ഒരു പെണ്ണിനെ വീട്ടുതടങ്കലിൽ വെച്ചു എന്ന് കള്ളക്കേസിൽ പെടുത്തിയിട്ട് പലരും പിടിച്ചകത്തിടാം. നാളെ ചിലപ്പോൾ കോടതി ഉത്തരവുമായിട്ടായിരിക്കും അവർ വരിക. അതിനിപ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും മാഷേ? അത് പറ. പെണ്ണിനെയും ചെക്കനെയും കൂടി നമ്മൾ അങ്ങ് കെട്ടിച്ചു വിടണം. അതായത് രജിസ്റ്റർ കല്യാണം നടത്തി ഏത് പോലീസ് വന്നാലും ഏത് കോടതി വന്നാലും അഴിക്കാൻ പറ്റാത്ത കെട്ടുകെട്ടിയിടണം. ഒരു രജിസ്ട്രാറെ കൊണ്ടുവരാൻ പറ്റുമോ ചെല്ലപ്പന്? ഒരു രജിസ്ട്രാറോ? എത്ര രജിസ്ട്രാർ വേണം? നാളെ നേരം വെളുക്കുമ്പോ ഈ ചെത്തിക്കടപ്പുറത്ത് ഉടലോടെ ഒരു രജിസ്ട്രാറെ പിടിച്ചു കെട്ടി കൊണ്ടുവന്ന് നിർത്തി തരും ഈ ചെല്ലപ്പൻ. അത് മതിയാ? മതി. ഇനി ഒന്നും ആലോചിക്കാനില്ല. ഈ കല്യാണോത്സവം ഇവിടെ നടത്തിയിട്ടേ ഇനി താഴെ ഇരിക്കണുള്ളൂ. നേരം കളയാണ്ട് തുടങ്ങിക്കടാ ഒരുക്കങ്ങള്. എന്താ ഇത്? കല്യാണ ഉടുപ്പാ, ഞങ്ങളെ സമ്മാനമാ. എടാ സുധി, വേഗം ഒരുങ്ങിന്നോ. ഞങ്ങളും പോവാ രജിസ്ട്രാറെ കൂട്ടിക്കൊണ്ടുവരാൻ. പോട്ടെ. ഒരു സ്വപ്നം പോവണിയുന്ന ദിവസമാ. ഓൾ ദി ബെസ്റ്റ് വിഷസ്. ഞാൻ പോയി ഒരുങ്ങട്ടെ. മിനി, എന്റെ അടുത്ത് വന്നിരിക്കോ കുറച്ചു നേരം? ഞാനിവിടെ ഇരുന്നോളാം. മിനി ഒരുപാട് സങ്കടപ്പെടുന്നു. എന്താ കാരണം? സുധിയും സങ്കടപ്പെടുന്നുണ്ടല്ലോ. ഞാൻ കാണുന്നുണ്ടത്, അറിയുന്നുണ്ട്. നമ്മൾ എന്താ ഇങ്ങനെ? ആ, ഈ കല്യാണത്തിന് ഇഷ്ടമല്ലേ മിനിക്ക്? ഇഷ്ടമാ. പക്ഷേ ഞാൻ സുധിയുടേതാകുന്ന നേരത്ത് എൻ്റെ അമ്മച്ചി ഇച്ചായമാരൊക്കെ അടുത്തുണ്ടായിരുന്നെങ്കിൽ നാശിച്ചു പോയി. നേരാ. മിനി എന്റേതാകുന്ന സമയത്ത് അച്ഛനും അമ്മയും എൻ്റെ അടുത്തുണ്ടായിരുന്നെങ്കിലെന്ന് ഞാനും ആശിച്ചു. അവരെന്താ സുധി നമ്മളോട് ഇങ്ങനെ? അത്ര വലിയ തെറ്റാണ് നമ്മൾ ചെയ്തത്. ഒന്നും മനഃപൂർവ്വമല്ലല്ലോ. ആയിപ്പോയതല്ലേ ഇങ്ങനെയൊക്കെ. അവർക്കൊക്കെ ഒന്ന് ക്ഷമിച്ചുകൂടെ? നമ്മളോടുള്ള ഇഷ്ടം കൂടിപ്പോയി അവർക്ക്, അതാ. ഇന്നലെ കണ്ടപ്പോ അമ്മ എന്താ പറഞ്ഞു സുധിയോട്? എന്നെ ഒരു തീരാ ദുഃഖത്തിലേക്ക് തള്ളിവിടാൻ അമ്മയ്ക്ക് പറ്റണില്ല എന്ന്. ശരിയാ, അമ്മ പറഞ്ഞത് ശരിയാ. നമ്മൾ സ്നേഹിക്കുന്നവരെ നമ്മളെ വെറുക്കുമ്പോ അതൊരു തീരാ ദുഃഖം തന്നെയാ. സുധി, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? വെറുതെ നമുക്ക് പിരിയാം. സുധി എന്താ പറഞ്ഞേ? പിരിയാം.
സത്യം, എന്റെ മിനി ഒന്ന് സന്തോഷത്തോടെ ഇരിക്കണം. ഞാൻ കാരണം ഒരു ദുഃഖം ഉണ്ടാവരുത്. സുധീനെ ഒരുപാട് സ്നേഹിക്കുന്നു അല്ലേ? മിനി എന്നെ അതിലേറെ സ്നേഹിക്കുന്നു. സുധി വീട്ടിലേക്ക് പോവോ? പോവാം. അമ്മയോട് മാപ്പ് പറയോ? സുധിയെ ഞാൻ അമ്മയ്ക്ക് തിരിച്ചു തന്നിരിക്കുന്നത് പറയൂ. പറയാം. ഇനി എനിക്ക് സങ്കടമില്ല. സുധിയെ സങ്കടപ്പെടരുത്. ഇല്ല. സത്യം. സത്യം. ആ വന്നേ സാറേ. അപ്പോ പെണ്ണും ചെക്കനും ഒരുങ്ങി ഇറങ്ങിയില്ലേ? ഒരുങ്ങിക്കാണും, ഞാൻ നോക്കാം. അയ്യോ, എന്താ ഇവർ ഒരുങ്ങിയൊന്നുമില്ലേ? ഞങ്ങൾക്ക് ഈ കല്യാണം വേണ്ട. ഞങ്ങൾ പിരിയാ. എന്താ ഉദ്ദേശിക്കുന്നേ? നിങ്ങൾ വിവാഹിതരാകുന്നില്ലെന്ന് തീരുമാനിച്ചോ? തീരുമാനിച്ചു. നിങ്ങൾ എന്തൊക്കെയായി കാട്ടിക്കൂട്ടുന്നേ? ആരോട് ചോദിച്ചിട്ടായിരുന്നു ഇതൊക്കെ? മനുഷ്യരെ മെനക്കെടുത്തുന്നതിന് ഒരു അതിരില്ലേ? സാർ, സാർ പോലെ സാർ, ഒരു നിമിഷം പ്ലീസ്. അവർക്ക് ഇഷ്ടമില്ലെങ്കിൽ പിന്നെ ആർക്കാ എത്ര വലിയ ഇഷ്ടം? നിങ്ങൾ ഒരിക്കലും പിരിയില്ല എന്ന് ഉറപ്പ് പറഞ്ഞിട്ടല്ലേ ഞാൻ ഇതിനൊക്കെ ഇറങ്ങിയേ? അരയൻ ചെല്ലപ്പനെ ഇത്രയ്ക്ക് അങ്ങോട്ട് നാണം കെടുത്തുന്നതായിരുന്നു കുട്ടികളെ. എന്തിനായിരുന്നു പിന്നെ ഇങ്ങനെയൊക്കെ? മനസ്സിലാവണില്ല. നിങ്ങളെ മനസ്സിലാവണില്ല എനിക്ക്. എന്താടാ നീ പറഞ്ഞത്? സമ്മതിക്കില്ലടാ, ഇതിന് നിന്നെ ഞങ്ങൾ സമ്മതിക്കില്ല. ഇത് ഞാനോടെ രാവും പകൽ ഉറക്കൊളിച്ച് ഞാൻ നിന്റെ കൂടെ നടന്നത്. ചതിക്കായിരുന്നില്ലേ നീ ഞങ്ങളെ? ഈ മിനിയെ വേണ്ടെന്ന് വെക്കാൻ നിനക്ക് കഴിയില്ലടാ. എടാ, ഞങ്ങൾ അതിന് സമ്മതിക്കുകയില്ല. രാധു, ഞാൻ പറയട്ടെ. വേണ്ട, നീ ഒന്നും പറയണ്ട. എനിക്ക് നിന്നെ കാണുക പോലും വേണ്ട. ചിപ്പായി, കേൾക്കണ്ടടാ, നിന്റെ ഒന്നും എനിക്ക് കേൾക്കണ്ട. എന്റെ ആൾക്കാരുടെ മുമ്പിൽ വെച്ച് നീ എന്നെ അപമാനിച്ചതിൽ എനിക്കൊന്നുമില്ലടാ സുധി. പക്ഷെ നിനക്കൊന്ന് പറയാമായിരുന്നില്ലേ? ഇന്ന് രാവിലെ കണ്ടപ്പോഴെങ്കിലും നിനക്കൊന്ന് പറയാമായിരുന്നില്ലേ? സമ്മതിക്കില്ലായിരുന്നടാ. എന്തിനായിരുന്നടാ സുധി ഇതൊക്കെ? എന്തിനായിരുന്നു മിനി ഇത്? മറ്റാർക്കും അറിയില്ലെങ്കിലും രാധുവിനും ചിപ്പായിക്കും അറിയാമല്ലോ സുധി എന്നെ എത്രമാത്രം ഇഷ്ടപ്പെടുന്നു. നിങ്ങളെക്കാളൊക്കെ സങ്കടം ഞങ്ങൾക്കല്ലേ വരേണ്ടത്? നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളെ സ്നേഹിക്കുന്ന കുറെ നല്ലവരുണ്ട് ഞങ്ങളുടെ വീടുകളിൽ. അവർക്ക് കൊടുക്കാവുന്ന ഏറ്റവും വലിയ സന്തോഷം ഇതേ ഉള്ളൂ. ഇത് മാത്രമേ ഉള്ളൂ. രാധു വളർത്തച്ഛനാണെങ്കിലും ആ അച്ഛനെതിരെ നിൽക്കാൻ പറ്റുമോ രാധുവിന്? പറ. ആ അച്ഛന്റെ ഇഷ്ടത്തിനെതിരെ നിൽക്കുവോ ചിപ്പായി എപ്പോഴെങ്കിലും? പറ. സുധിയെ ഞാൻ തിരികെ ഏൽപ്പിക്കുക ആ അച്ഛനും അമ്മയ്ക്കും. അതിനെന്താ, നല്ലതല്ലേ? സുധി എന്നെ തിരികെ ഏൽപ്പിക്കുക. അതെന്നോടുള്ള ഇഷ്ടം കൊണ്ടല്ലേ? ഞങ്ങളുടെ സന്തോഷം ഞങ്ങൾ മാറ്റിവെക്കുക അവർക്കൊക്കെ വേണ്ടി. അതിന് നിങ്ങൾ സമ്മതിക്കല്ലേ വേണ്ടേ? ഞങ്ങൾ പിരിയാനല്ലേ തീരുമാനിച്ചുള്ളൂ, മരിക്കാൻ തീരുമാനിച്ചില്ലല്ലോ. അച്ഛനില്ല എനിക്ക്. അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞങ്ങൾക്ക് മാപ്പ് തന്ന് അനുഗ്രഹിച്ചയക്കണം.
ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ അടുത്തേക്ക്. മാപ്പ് ചോദിക്കേണ്ടത് ഞാനല്ലേ മോളെ? മനസ്സിലായി. ഇപ്പൊ നിങ്ങളെ ശരിക്കും മനസ്സിലായി. നിങ്ങളെപ്പോലെ ഇത്രയും നല്ല മക്കളെ പെറ്റ ആ അമ്മമാരുണ്ടല്ലോ, പുണ്യം ചെയ്തവരവര്. പുണ്യം. ആദ്യം കേട്ടപ്പോ ഒന്ന് പകച്ചു പോയെങ്കിലും നിങ്ങളുടെ തീരുമാനം അസലായി. പാഠമാണിത്. ഒരുപാട് മക്കൾക്കുള്ള ഒരു നല്ല പാഠം. ഇതിൽ കൂടുതൽ ഇനി ഞാൻ എന്ത് പറയാനാ? നിങ്ങൾ രണ്ടുപേരും വളർന്നിരിക്കല്ലേ അങ്ങ് ആകാശത്തോളം. ദേ, ഇഷ്ടങ്ങളൊക്കെ നടക്കട്ടെ. പോയിട്ട് വാ. സുധി, തല്ലിപ്പോയല്ലോടാ നിന്നെ ഞാൻ. സാരമില്ലടാ, നീ മിനിയെ കൊണ്ടുവിടണം ഉടനെ. വരൂ എന്നെ കാണാൻ. എല്ലാവരും വരാം. വെറുതെ പറയരുത്, വരണം. പോട്ടെ. എന്തായടാ കുട്ടിച്ച? ഉത്തരവായ മച്ചി, ആ കള്ള റാസ്കലിനെ ഇന്ന് തന്നെ റിമാൻഡ് ചെയ്യിക്കും. എന്നിട്ട് അവളെ തെരുവിലൂടെ വലിച്ചഴച്ച് തന്നെ കൊണ്ടുവരും. വലിച്ചടിച്ച് എങ്ങോട്ട് കൊണ്ടുവരും? എടാ, എങ്ങോട്ട് കൊണ്ടുവരുമെന്ന്? ഈ പെരക്കകത്ത് കയറ്റി പോരുത് അവളെ. നിങ്ങൾക്ക് അവളെ വലിച്ചെറിയാൻ ഇടമൊന്നും ഇല്ലെങ്കിലേ വല്ല വല്ല പശുത്തൊഴുത്തലും കൊണ്ട് കെട്ടിക്കോണം, പറഞ്ഞേക്കാം. കർത്താവാണ്, അമ്മച്ചിയാണ്, എന്റെ ഇച്ഛായന്മാരാണ് സത്യം. ഈ മിനി പിഴച്ചു പോയിട്ടില്ല. എല്ലാം മറന്ന് തിരികെ സ്വീകരിക്കണം എന്നെ. നീ ഒരിക്കലും ചീത്തയാവില്ലെന്നറിയാം, ഒരിക്കലും ഞങ്ങളെ സങ്കടപ്പെടുത്തില്ല എന്ന് പറയാം. എങ്കിലും എന്തു പറ്റിപ്പോയിടാ നിനക്ക്? മാപ്പ് തരുവോ കുട്ടിച്ചായ എനിക്ക്? എന്തിന്? നീ ഇപ്പോഴും ഞങ്ങളുടെ വിളക്കാണടാ. ചെറുപ്പേ, ഇങ്ങനെയൊക്കെ വേണമായിരുന്നുടി. നമ്മുടെ അമ്മച്ചിയെ പോലും നീ ഒന്നും ഓർത്തില്ലല്ലോ. എന്റെ പൊന്നുമോളൊന്നും പറയണ്ട. ഓളിങ്ങി വന്നല്ലോ, അത് മതി അമ്മച്ചിക്ക്. സുധി, അമ്മേ, സുധി, അമ്മേ, ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ എന്റെ സുധി തിരിച്ചു വരുന്ന.
ഇരട്ടിക്കളഞ്ഞല്ലടാ നീ എല്ലാരെയും ഇടിക്കരുതെന്നോ എന്തായി കാണിക്കുന്നേ? ഇങ്ങോട്ട് വന്നേ. സന്തോഷായി മോനെ, ഒത്തിരി സന്തോഷായി.